ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ സബ് 4 മീറ്റർ എസ് യു വിസ് നോക്കി, ടോപ്പ് 10 എസ് യു വിസ് നോക്കി, അതുപോലെ ടോപ്പ് 10 കാർസ് നോക്കി. അതിനൊക്കെ ശേഷം നമ്മളിപ്പം ടോപ്പ് 14 എബവ് 4 മീറ്റർ എസ് യു വിസിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ 14th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സിട്രോൻ്റെ ബസാൾട്ടാണ്. ഈ വണ്ടിക്ക് ഒരു എക്സ് മോഡൽ, അതായത് ബസാൾട്ട് എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഈ മാസമാണ് ലോഞ്ച് ചെയ്തത്. അത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് പോകേണ്ട ഒരു വണ്ടിയായിരുന്നു. മിക്കവാറും കഴിഞ്ഞ മാസം തന്നെ സെയിൽ കുറയാനുള്ള കാരണം ഈ വണ്ടി ഈ മാസം വരുന്നതുകൊണ്ടായിരിക്കണം. കാരണം ഓഗസ്റ്റ് മാസത്തിൽ ജസ്റ്റ് 7 വണ്ടികളുടെ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂലൈ മാസം, അതായത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ മാസത്തിൽ 178 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ 171 വാഹനങ്ങളുടെ വ്യത്യാസവും 96.07% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ മന്ത് ഓൺ മന്തിൽ ഏറ്റവും ഹയസ്റ്റ് ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും കൂടിയാണ് ബസാൾട്ട്. അടുത്ത മാസം സെയിൽ കയറിയാൽ നല്ലതായിരുന്നു. കാരണം ഈ വണ്ടിയിൽ ഇപ്പം അത്യാവശ്യം നല്ല ചേഞ്ചസ് ഉണ്ട്. ഈവൻ C3 എയർക്രോസിൻ്റെ ആണെങ്കിലും എക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ നമ്മുടെ ഈ മാസം, അതായത് ഒക്ടോബർ മാസത്തിൽ വരുന്നുണ്ട്. സോ എന്തായാലും സിട്രോൻ്റെ 2 വാഹനങ്ങളുടെ സെയിൽ കയറേണ്ടതാണ്. ഈവൻ നമ്മുടെ 13th പൊസിഷനിൽ നിൽക്കുന്ന വണ്ടിയും സിട്രോൻ്റെ C3 എയർക്രോസ് തന്നെയാണ്. കഴിഞ്ഞ മാസം 45 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂലൈ മാസത്തിൽ 67 വാഹനങ്ങളുടെ സെയിലായിരുന്നു. സോ 22 വണ്ടികളുടെ വ്യത്യാസം 32.84% ഡീഗ്രോത്ത് റേറ്റാണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതും അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് തന്നെയാണ്. ഈ വണ്ടിക്ക് മിക്കവാറും ഈ മാസം സെയിൽ കുറവായിരിക്കും ഇനിയിപ്പോൾ അടുത്ത മാസത്തെ ലിസ്റ്റ് വരുമ്പം. കാരണം ഇതിൻ്റെ എക്സ് മോഡൽ ഒക്ടോബറിലാണല്ലോ വരുന്നത്. എനിവേ അതുപോട്ടെ നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം മഹീന്ദ്രയുടെ XUV400 ഇലക്ട്രിക് ആണ്. ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലമായി. മഹീന്ദ്ര ഇൻഫോർടൈൻ സിസ്റ്റം സാധനങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്തു എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇത് എന്തായാലും ഉടനെ തന്നെ അവരുടെ XUV3XO EV ഒന്ന് റീപ്ലേസ് ചെയ്യും. കഴിഞ്ഞ മാസം ജസ്റ്റ് 66 വണ്ടികളുടെ സെയിൽ മാത്രമേ തന്നെ കിട്ടിയിട്ടുള്ളൂ. കഴിഞ്ഞതിന് മുന്നത്തെ മാസം ജൂലൈയിൽ 290 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 224 വാഹനങ്ങളുടെ വ്യത്യാസം 77.24% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. നമ്മുടെ ബസാൾട്ട് കഴിഞ്ഞാൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് മഹീന്ദ്രയുടെ XUV400. ഇനി അടുത്ത 11th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ MGയുടെ ആസ്റ്റർ ആണ്. ഈ വാഹനം ഇറങ്ങിയിട്ട് ഇപ്പം 2021 ഇറങ്ങി, 4 വർഷമായി. കഴിഞ്ഞ മാസം 179 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂലൈയിൽ 48 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 131 വാഹനങ്ങളുടെ വ്യത്യാസം 272.92% ഗ്രോത്ത് റേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വണ്ടിയും ഇത് തന്നെയാണ്. പക്ഷേ അത് ലോ വോളിയം സെയിൽസ് ആയതുകൊണ്ടും കഴിഞ്ഞതിന് മുന്നത്തെ മാസം സെയിൽ കുറച്ചധികം കുറവായതുകൊണ്ടുമാണ് ഇത്രയും വ്യത്യാസം വന്നത്. അല്ലെങ്കിൽ ഇത്രയും വ്യത്യാസം വരേണ്ട കാര്യമില്ല. മാത്രമല്ല ഇതിനിപ്പോൾ കഴിഞ്ഞ മാസം കിട്ടിയ 179 വണ്ടികളുടെ സെയിൽസ് ആണെങ്കിൽ പോലും അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള സെയിൽസ് അല്ല. ഈവൻ ഇതിൻ്റെ തന്നെ ഇലക്ട്രിക് കൗണ്ടർ പാർട്ട്, അതായത് നമുക്ക് കുറേ കാലം മുന്നേ MGയുടെ ZSEV കിട്ടുന്നുണ്ട്. ആ വണ്ടിക്ക് മിക്ക മാസങ്ങളും ഇപ്പോൾ ആസ്റ്ററിലും കൂടുതൽ സെയിലും കിട്ടാറുണ്ട്. ZSEV ആണ് 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം. ഇതിന് കഴിഞ്ഞ മാസം 380 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. അത് ആക്ച്വലി കുറവാണ്. കാരണം ജൂലൈ മാസത്തിൽ 815 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു. 485 വാഹനങ്ങളുടെ വ്യത്യാസം 53.37% ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ്, അതായത് ബസാൾട്ടും അതുപോലെ XUV400 ഒക്കെ കഴിഞ്ഞ് മൂന്നാമത്തെ പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് ZSEV ഡീഗ്രോത്ത് പെർസെൻറ്റേജിൻ്റെ കാര്യത്തിൽ. ഇതൊന്നും അത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിലും MG വിൻസർ വിറ്റാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ച് നല്ല വണ്ടികൾ വരുമായിരിക്കും. ഏതായാലും അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്കോഡ കുഷാക്കാണ്. ഇതിന് കഴിഞ്ഞ മാസം 789 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ജൂലൈയിൽ 901 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 112 വാഹനങ്ങളുടെ വ്യത്യാസം 12.43% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും ഒരു ഫേസ് ലിഫ്റ്റ് ഇപ്പം ടെസ്റ്റിങ്ങിലാണ്. അതവർ ഇറക്കുമായിരിക്കും. അടുത്തൊരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇറങ്ങേണ്ടതാണ്. അത് വന്നു കഴിയുമ്പോൾ കുറച്ചുകൊണ്ട് സെയിൽ കയറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ കയ്യിലേക്ക് വന്നപ്പോൾ തൊട്ട് വണ്ടിയുടെ സെയിൽ കുറച്ച് ഡൗൺ ആണ്. മിക്കവാറും ഈ വണ്ടി നോക്കുന്നവരും കൂടെ കയ്യിലാക്കി എടുക്കുകയാണ്. കാരണം പറയത്തക്ക വലിയ വ്യത്യാസമൊന്നുമില്ല. ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. സൈസ് വരെ വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെപ്പാട് 200 മില്ലിമീറ്റേഴ്സിൻ്റെ വ്യത്യാസം ഇതിന് കൂടുതലുള്ളൂ. ഇനി നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണെങ്കിൽ പോലും ടൈഗൺ ആണ്. ഇതിൻ്റെയും സെയിൽ കുറച്ച് കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൈലാക്കിൻ്റെ ഗുണം, അവർ കൈലാക്കിൻ്റെ അനുഗ്രഹം എന്ന് പറയാം. 1001 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസത്തിൽ തന്നെ കിട്ടിയത്. ജൂലൈ മാസത്തിൽ 1327 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. 326 വാഹനങ്ങളുടെ വ്യത്യാസം 24.57% ഡീഗ്രോത്ത് റേറ്റ് ടൈഗണും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോക്സ് വാഗൻ്റെയും ഒരു സബ് 4 മീറ്റർ SUV അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ ടൈഗൺ മൊത്തമായിട്ട് പോകുമായിരിക്കും. ബൈ ദ വേ ടൈഗണിൻ്റെയും ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് അവർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനൊക്കെ മൊത്തത്തിൽ അവരുടെ ഇപ്പം നമുക്കിവിടെ കിട്ടുന്ന ടിഗ്വാൻ, ടൈറോൺ അങ്ങനത്തെ വാഹനങ്ങളിലേക്ക് ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം മഹീന്ദ്രയുടെ B6 ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1551 വാഹനങ്ങളുടെ സെയിലാണ് വന്നത്. ജൂലൈ മാസത്തിൽ 1546 വണ്ടികളുടെ സെയിലായിരുന്നു വന്നത്. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സെയിലാണ്. ജസ്റ്റ് 5 വാഹനങ്ങളുടെ വ്യത്യാസം 0.32% ഗ്രോത്ത് റേറ്റ് മാത്രമേ ഉള്ളൂ. അത് കുറേ കാലമായിട്ട് ഇപ്പോൾ ഏകദേശം ഈ റേഞ്ചിൽ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് പോവുകയാണ്. സെയിൽ കുറയുന്നില്ല, കൂടുന്നില്ല. ആക്ച്വലി പ്രൊഡക്ഷനാണ് കുറേയും കൂടുതലൊന്നും ചെയ്യാത്തത്. മഹീന്ദ്ര കോൺസ്റ്റൻ്റ് ആയിട്ട് എല്ലാ മാസം ഈ 1500-നടുത്താണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്ത് പോകുന്നത്. അത് വളരെ നല്ല സെയിലാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഡിസൈൻ, ഇതിൻ്റെ ഒരു നീഷ് ഓഡിയൻസ് ഒക്കെ കാറ്റർ ചെയ്യുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ
നല്ല സെയിലാണ്. പിന്നെ XCV90ക്ക് തീർച്ചയായും ഇതിനേക്കാൾ കൂടുതൽ സെയിൽസ് എല്ലാ മാസവും കിട്ടാറുണ്ട്. ഇനി നമ്മുടെ അടുത്ത 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഹോണ്ട എലവേറ്റ് ആണ്. കഴിഞ്ഞ മാസം 1660 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂലൈയിൽ 1395 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്ന് 265 വാഹനങ്ങളുടെ വ്യത്യാസം 19% ഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ആസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ളൊരു വണ്ടിയും കൂടിയാണ് എലവേറ്റ്. ഇത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി വേണമെങ്കിൽ അവർക്ക് സുഖമായിട്ട് 4000-5000 വെച്ചൊക്കെ വിൽക്കാൻ പറ്റും. ഈവൻ ഇതിൻ്റെ എക്സ്പോർട്ട്സ് ആണെങ്കിൽ പോലും ജപ്പാനിലേക്ക് വളരെ കൂടുതലാണ്. അവിടെ പുതിയ WRV ആയിട്ടാണ് അവർ വണ്ടി വിൽക്കുന്നത്. ആൻഡ് പുറത്തുള്ള മാർക്കറ്റ്സിൽ ഈ വണ്ടിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട്. പക്ഷേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് വിട്ടിട്ടും നമുക്ക് ഇന്ത്യക്കാർക്ക് ഈ വണ്ടി വേണ്ട, അതാണ് അവസ്ഥ. ഇനി 5th പൊസിഷനിൽ നിൽക്കുന്ന നമ്മുടെ ടാറ്റ കർവാണ്. ഈ വണ്ടിയും ഇറങ്ങിയ സമയത്ത് ഭയങ്കര സംഭവമായിരുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല. കഴിഞ്ഞ മാസം ജസ്റ്റ് 1703 വാഹനങ്ങൾ സെയിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ജൂലൈയിൽ 2005 വാഹനങ്ങൾ സെയിലാണ് വന്ന് 302 വാഹനങ്ങളുടെ വ്യത്യാസവും 15.06% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പറഞ്ഞു വരുമ്പം ഒരുപാട് ഡീഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല. പക്ഷേ എല്ലാ മാസവും ഇതുപോലെ 300, 200, 400 ഒക്കെ ആയിട്ട് ഇതിൻ്റെ സെയിൽ കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോഞ്ച് ചെയ്ത സമയത്ത് 4000 to 5000 സെയിൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. പക്ഷേ അവിടുന്ന് പിന്നെ 4000, 3500, 3000, 2000 ആ രീതിയിലാണ് ഈ വണ്ടിയുടെ സെയിൽ കുറഞ്ഞു വരുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ എത്ര താഴത്തേക്ക് പോകുന്നു കണ്ടറിയേണ്ടി വരും. ഇനി ബാക്കിയുള്ള വാഹനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വണ്ടികളാണ്. 4th പൊസിഷനിൽ കിയയുടെ സെൽറ്റോസ് ആണ്. 4687 വാഹനങ്ങളുടെ സെയിലാണ് കഴിഞ്ഞ മാസം വന്നത്. ജൂലൈയിൽ 6010 വാഹനങ്ങളുടെ സെയിൽ ഉണ്ടായിരുന്നു. 1323 വാഹനങ്ങളുടെ വ്യത്യാസവും 22.7% ഡീഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അത് കമ്പാരിറ്റീവ്ലി ഒരിത്തിരി കൂടുതലാണ്. പക്ഷെ എന്നാലും 4th പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ 3rd പൊസിഷനിൽ ഹൈ റൈഡർ ആണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് ഇവർ ഹൈ റൈഡറിനേക്കാൾ താഴെയാണ് വെക്കുന്നത്. കാരണം ഹൈ റൈഡറിൻ്റെ ഡിമാൻഡ് കുറച്ച് കൂടുതലാണ്. കഴിഞ്ഞ മാസം 5743 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂലൈ മാസത്തിൽ 6373 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയത്. അതായത് 630 വാഹനങ്ങളുടെ വ്യത്യാസം 9.89% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഹൈ റൈഡറിൻ്റെ ഡിമാൻഡൊക്കെ അവർ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടിയിട്ട് ഹൈ റൈഡറിൻ്റെ പ്രൊഡക്ഷൻ കുറച്ചോളും. ഈ രണ്ട് കമ്പനികളും രണ്ട് വണ്ടികളും ടൊയോട്ടയുടെ പ്ലാന്റിലാണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും പ്രൊഡക്ഷൻ ഓൾട്ടർ ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും 2nd പൊസിഷനിൽ ഇരിക്കുന്ന ഹൈ റൈഡർ തന്നെയാണെന്ന്. കഴിഞ്ഞ മാസം 9100 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂലൈയിൽ 8814 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അത്യാവശ്യം നല്ല ഹൈ സെയിലാണ്. 286 വാഹനങ്ങളുടെ വ്യത്യാസം 3.24% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. അധികം ഗ്രോത്ത് പെർസെൻറ്റേജ് ഒന്നും ഇല്ലെങ്കിലും ഹൈ റൈഡർ അങ്ങനെ പൊതുവെ 9000 ആ ഒരു കാറ്റഗറിയിലോട്ട് വരാത്തതാണ്. മിക്ക മാസങ്ങളും 5000 അല്ലെങ്കിൽ അതിന് താഴത്തായിട്ടൊക്കെയാണ് സെയിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ മാറി. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്നതിന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, ഹ്യുണ്ടായുടെ ക്രെറ്റയാണ്. കഴിഞ്ഞ മാസം 15924 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. ജൂലൈ മാസത്തിൽ 16898 വാഹനങ്ങളുടെ സെയിലായിരുന്നു വന്നത്. അതായത് 974 വാഹനങ്ങളുടെ വ്യത്യാസവും 5.76% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പം 1000 വണ്ടികളെടുത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ സെഗ്മെൻറ്റ് ഇത്രയും സെയിൽ കിട്ടുന്ന ഈ 5 ഡിജിറ്റ് നമ്പേഴ്സിൽ സെയിൽ കിട്ടുന്ന വേറെ വണ്ടികളൊന്നുമില്ല. എല്ലാം 4 ഡിജിറ്റിലാണ് വന്നിട്ടുള്ളത്. സോ എന്തായാലും ക്രെറ്റ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് വാഹനം എന്ന് പറയും അബവ് 400 കാറ്റഗറി SUVs. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയാം ഈ വണ്ടികളുടെ സെയിൽസിനെ പറ്റിയൊക്കെ ഉള്ളത്. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.